മുസ്ലിം ഈ വഖഫ് ബോർഡ് മുസ്ലിമുകളുടെയാണ്. അതിൽ കൊണ്ടുവന്ന് നോൺ മുസ്ലിം വെക്കുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. അയോധ്യ ജഡ്ജ്മെന്റിൽ മനസ്സിലായില്ലേ, മുസ്ലിമുകൾ അംഗീകരിച്ചിട്ടുള്ളതിൽ പുതിയ അയോധ്യയിൽ ക്ഷേത്രം പണിതതിൽ മുസ്ലിമുകളുണ്ടോ? ഇല്ല. ബായിൽ അതിൻ്റെ അപ്പുറത്ത് ബാബരി പള്ളി പണിയാൻ പറഞ്ഞു, അതിൽ ഹൈന്ദവരെ ഉൾപ്പെടുത്താൻ പറഞ്ഞോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വരെ അംഗീകരിക്കുന്നു ഇന്ത്യയിൽ മതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സെക്യുലർ മതം ഈ എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, ഈ ഹൈന്ദവരുടെ മഹന്തുകളായിരുന്നു ആദ്യം ഭരിച്ചിരുന്നത് ഈ അകാലി നമ്മുടെ സിഖ് ക്ഷേത്രങ്ങളെല്ലാം. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും സിഖുകൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കാം, സിഖുകൾ മാത്രമേ ഉള്ളൂ, സിഖ് മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ഫാദർ പോൾ തേയിലക്കാടായിട്ട് സംസാരിച്ചു ഈ വിഷയം, കത്തോലിക്ക സഭയെ പറ്റിയിട്ട്. കത്തോലിക്ക സഭയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള മറ്റേ സ്ഥാപനങ്ങളുള്ളത്. ഒരു സ്ഥാപനത്തിലും ഒരു നോൺ മുസ്ലിമിനെ അവരെടുക്കുന്നില്ല എന്ന് വളരെ ഞാൻ വ്യക്തമായിട്ട് കോട്ട് ചെയ്യണം ആരെടുത്താണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം സംവിധാനത്തിൻ്റെ ഉള്ളിലോട്ട് വെറുതെ അമുസ്ലിമുകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരുകുന്നതിന് ശരിയാണോ? ഡോക്ടറെ, പള്ളിത്തർക്കം നടക്കുന്ന സാഹചര്യം അതും കൂടെ ഒന്ന് പറഞ്ഞു പോകുമല്ല. അല്ല, ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അതെ, പള്ളി തർക്കം നടന്നോട്ടേന്ന്. ഇപ്പൊ ഷിയ സുന്നി തർക്കം നടക്കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാം അല്ല ഡോക്ടറെ, അതിന്റെ അർത്ഥം എന്നത് ഒരു കൂട്ടർ ആ കൂട്ടരുടെ ഭാഗം മാത്രമായാണ് നിൽക്കുന്നത് മതത്തിന്റെ ഉള്ളിൽ. അത് മതത്തിന്റെ കാര്യം വരുമ്പോൾ അത് മതത്തിന് വിട്ടുകൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? ആ മതത്തിന്റെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാവും, അവർ തമ്മിൽ തല്ലുകൂടുകയും ചെയ്യും. ഇപ്പൊ ഈ ലിസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷിയ മുസ്ലിം പ്രാതിനിധ്യം. ഇന്ത്യയിൽ ഷിയ മുസ്ലിം എത്ര ഉള്ളത്? 5 തൊട്ട് 10% മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ വഖഫ് ബോർഡിലും ഷിയാക്കൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വഖഫ് ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തണം. പ്രൊവൈഡഡ് ദർ ഇസ് വൺ വഖഫ്. പറഞ്ഞാൽ ഒരു വഖഫ് ഒരു സ്റ്റേറ്റിൽ, ഉദാഹരണം കേരളത്തിൽ ഷിയാക്കളില്ല, വളരെ കുറവാണ്, മനസ്സിലായ? അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു നോമിനിയും കൂടെ വരുന്നു. പിന്നെ അതിൽ പറയുന്നു എന്തെന്ന്, പിന്നോക്ക മുസ്ലിം എന്ന്, പസ്മണ്ട. അതൊരു പുതിയൊരു സംഭവമാണ്. കാരണം ആ സംഭവം ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടതല്ല. പസ്മണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ രംഗത്തും കൊടുക്കുന്ന സംവരണമാണ്. അതേസമയം പള്ളിയും എല്ലാവരും ഖബർസ്ഥാനമൊക്കെ ഇവർക്ക് ഒന്നാണ്. അപ്പോൾ അതിനൊരു ഡിവിഷൻ വരുന്നു. അപ്പോൾ എത്ര പേരെ നോമിനേറ്റ് ചെയ്ത് കിട്ടി? 2 വനിതനെ നോമിനേറ്റ് ചെയ്തു, 2 അമുസ്ലിമിനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ തർക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഓൾ ഇന്ത്യ ബോഡി ഇല്ലാന്നേ. പിന്നെ ബോഡീസ് ഓഫ് ഓൾ ഇന്ത്യ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരൊറ്റ ബോഡി പോലും ഇല്ല. ഇത് അങ്ങനെ ഒരു ബോഡി ഇല്ല. അപ്പോൾ ആ ബോഡീനെ നോമിനേറ്റ് ചെയ്യല്ലേ? അങ്ങനെ ഒരു ബോഡീനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷിയ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ബോഡി ഉണ്ട്. ആ ഷിയ വഖഫ് ബോഡിയാണ് അയോധ്യ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ, അല്ല ബാബരി മസ്ജിദ് പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ പിടിച്ച് നമുക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മറ്റേ കാര്യപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ടിട്ടുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ സൂഫി മതത്തിൽപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. അതൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുന്ന വിഭാഗങ്ങളാണ്. അവർ ശക്തരല്ല. അതിനിപ്പോൾ അങ്ങനത്തെ ഒരു ശക്തമായിട്ടുള്ളൊരു ബോഡി ഇന്ത്യയിൽ, കാരണം ആസമീസ് മുസ്ലിം, വെസ്റ്റ് ബംഗാൾ മുസ്ലിം, കാശ്മീരി മുസ്ലിം, തമിഴ് മുസ്ലിം, കേരള മുസ്ലിം ഒക്കെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബോഡികൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടാകുമ്പോഴെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നേരത്തെ മുസ്തഫ പറഞ്ഞു പോയതാണ് കറക്റ്റ്. കേരളത്തിൽ എലക്റ്റഡ് ആയിട്ട് വരിക മുത്തവലികളുടെ കൂട്ടത്തിൽ നിന്ന്. പിന്നെ അവരതിൽ പറയുന്നുണ്ട് പ്രൊഫഷണൽസിൽ നിന്ന്, ഇൻ്റലക്ച്വൽസിൽ നിന്നൊക്കെ എടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വാട്ട് ഇസ് ദ ബേസിസ്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു നോമിനേറ്റഡ് ബോഡി അവിടെ വരാൻ പോവാണ്, മനസ്സിലായോ? ആ നോമിനേറ്റഡ് ബോഡി വന്നോട്ടെ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ പറയുമോ, ഈ നോമിനേറ്റഡ് ബോഡി എല്ലാ മതങ്ങളിലുള്ളവർക്കും വരണം, അല്ലാതെ ഒരു പ്രത്യേക മതത്തില്ല. പിന്നെ ഒരു കാര്യം വളരെ കാര്യപ്പെട്ട കൂടെ ഞാൻ പറയാം, കാരണം എനിക്ക് അവസരം കിട്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടെ സമയം തരണം. നമ്മൾ പൊതുവെ പരക്കെ അങ്ങനെ പറയണം എന്താ അറിയോ, ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് വഖഫ് ബോർഡിനാണ്. ഇത് ഭയങ്കര തെറ്റായ ധാരണയാണ്. വഖഫ് ബോർഡിന് ഒരു സ്വത്തും ഇല്ലാന്നേ. സ്വത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പെട്ടെന്ന് പറഞ്ഞുതരാം. MES മമ്പാട് കോളേജിൽ യത്തീംഖാനൊക്കെ ഒരാൾ സ്വത്ത് വഖഫ് ചെയ്ത് തന്ന്, അത് MESന്റെ കയ്യിലിരിക്കുകയാണ്. അതിലെ കരാർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റ് ഇല്ലാത്ത വല്ല കാര്യം ചെയ്യണമെങ്കിൽ, രണ്ടത്താണിയുണ്ട് അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അതായത് പ്രോഫിറ്റ് ഇല്ലാത്താണെങ്കിൽ നിങ്ങൾ വഖഫ് ബോർഡിനൊന്നും കൊടുക്കണ്ട. പ്രോഫിറ്റ് ഉണ്ടാവുന്ന വല്ല ബിൽഡിങ്ങോ മറ്റോ ഒക്കെ നിങ്ങൾ പണിത് അത് ഫോർ ഇതിന് എഡ്യൂക്കേഷനോ അതർ പർപ്പസിനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.5% നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. വഖഫ് ബോർഡിനായിട്ട് ഒരു ചുക്കുമില്ല. വഖഫ് ബോർഡിന് അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ വിഭജന കാലത്തൊക്കെ അവിടെ കിടന്നിരുന്ന കുറേ സ്വത്തുക്കൾക്ക് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, വഖഫ് ബോർഡിൻ്റെ കാര്യപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ പേരൂടെ പറയണം.
ഏതാണ് ആ സ്ഥാപനം? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണോ? മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണോ? ഇതാണല്ലോ ഏറ്റവും പക്ഷേ ഡോക്ടറെ ഈ പറയുന്ന എന്തെങ്കിലും ലാഭമുണ്ടെങ്കിലാണ് അതിന്റെ ഒരു വിഹിതം കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നിപ്പോ ഈ MESന്റെ ഉദാഹരണമൊക്കെ വെച്ചുകൊണ്ട് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ മാത്രമായി അല്ലല്ലോ ഇപ്പൊ ഇത് ബാധിക്കാൻ പോകുന്നത്, രാജ്യതലത്തിലാണ്. അപ്പോൾ വരുന്ന വിവരങ്ങളുണ്ട്, ആസ്തിയും വരുമാനവും തമ്മിൽ ഉള്ള പൊരുത്തക്കേട് കൃത്യമായി ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു എന്നത്, കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത്. അപ്പോൾ കുത്തഴിഞ്ഞൊരു നിലയാണ് ഇതിനുള്ളത് എന്നത്. ഇത് റിജിജു മാത്രം പറയുന്നതല്ല, 76-ലെ എൻക്വയറി റിപ്പോർട്ട് അടക്കം എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത്. അന്നത്തെ ആ റിപ്പോർട്ടിൽ 76-ലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുത്താവാലീസ ഇത് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന്. അതുപോലെ തന്നെ ട്രൈബ്യൂണൽ ഒഴിവാക്കണം, അത് ഫലപ്രദമല്ല, കാരണം ഇപ്പോൾ തന്നെ 19,207 കേസുകൾ പെൻഡിംഗ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനം അടക്കം മാറണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മമ്പാട് അനുഭവം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുള്ളത്. അതിനുള്ള മറുപടിയോ? അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതുമാതിരി കുത്തഴിഞ്ഞമാതിരി വന്നിട്ട് ഗവൺമെന്റുകൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഗവൺമെന്റ് ഇടപെട്ട് വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുമല തിരുപ്പതി ദേവസ്വം, അതിൽ പണം ആദ്യകാലത്തൊക്കെ തോന്നിയ വിധത്തിലായിരുന്നു. എന്നിട്ട് എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. 44 നോൺ ഹിന്ദുസിനെ അവരെ നിയമിച്ചു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായപ്പോൾ ക്വസ്റ്റ്യൻ വന്നു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, മനസ്സിലായോ, റെഡ്ഡി എന്ന് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങനെ പിരിച്ചു വിട്ടു, മനസ്സിലായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും, ക്ഷേത്രങ്ങളായാലും മറ്റുള്ളതായാലും ഗുരുദ്വാരകളായാലും, ഇപ്പോൾ ചർച്ചിൻ്റെ പ്രശ്നം നടക്കണം അറിയില്ല നിങ്ങൾക്ക്. കൊച്ചിയിൽ ചർച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആലഞ്ചേരി പിതാവിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം കോടതി വഴി നടപ്പാക്കാം, അല്ലെങ്കിൽ അതൊരു ട്രിബ്യൂണൽ വഴി നടപ്പാക്കാം. പക്ഷെ അതിൽ മറ്റൊരു, ഞാൻ പറയട്ടെ, ഞാൻ പോയിട്ട് ആലഞ്ചേരി പിതാവിന്റെ കാര്യത്തിൽ പോയി ഇടപെടുവോ? ഞാൻ പോയിട്ട് ജേക്കബൈറ്റ് ചർച്ചിന്റെ കാര്യത്തിൽ ഭേദഗതി പ്രകാരം കോടതിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്ന് പറയുമ്പോൾ, അല്ലല്ല ഒരു സെക്കൻഡ്, 2013-ലെ ഭേദഗതി പരമാധികാരമാണെങ്കിൽ അത് പരമാവധി ദുഷിപ്പിക്കും സംവിധാനത്തെ. കേക്ക് ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റാണ്. ഞങ്ങളുടെ തന്നെ ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ പ്രശ്നമുണ്ടായിട്ട് എന്നെ കോടതിയിൽ വിളിച്ചുകൊണ്ടുപോയല്ലോ, ഞാൻ അതിന്റെ എവിഡൻസ് തരാമല്ലോ. 2013-ലെ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. അപ്പൊ അത് അസത്യമാണെന്നാണോ? കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് അതിൽ വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല, അല്ല, അസത്യം എന്നല്ല. അതിനൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഇത് ആർക്ക് കൊടുത്തതാണ്, അത് വേറൊരാൾ ഏറ്റെടുത്തതാണോ, അതൊക്കെ കൂടെ വെച്ചിട്ടാണ്. അതായത് ഇവരെടുത്ത് റെന്റിന് എടുത്ത് കൊടുക്കും. അപ്പം നമ്മുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ റെന്റിന് എടുത്ത് കൊടുത്താൽ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്ക് കിട്ടിയതല്ല വഖഫ്, ഞങ്ങൾ റെന്റിനെടുത്താണ്. അതൊക്കെ അദ്രാണെടുത്താണ് എനിക്കറിയാം അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ കണ്ട സംവിധാനം 1991-ലെ പ്രൊട്ടക്ഷൻ ഓഫ് മോണിമെന്റ്സ് ബില്ല് വരെ, ഇവിടെ റിലീജിയസ് പ്ലേസസ് ബില്ല് വരെ ഇവിടെ ചലഞ്ച് ചെയ്ത് നിൽക്കുകയാണ് അലഹാബാദ് ഹൈക്കോർട്ടിലടക്കം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വഖഫ് ബോർഡിന് എല്ലാ പവേഴ്സും ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് ശേഷം വരെ നടന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങളാണ് ഞാൻ. പക്ഷേ ഞാൻ 100% ഞാൻ വേണുവിനോട് യോജിക്കുന്നു. വഖഫ് ബോർഡ് അതിലെ പല തിരിമറിയും വഖഫ് ബോർഡിലല്ല, ഔക്കാഫ് ചെയ്ത ആൾക്കാർ തിരിമണി ചെയ്തിട്ട് അതിനെ വഖഫ് ബോർഡ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലൊന്നുമില്ല, നോർത്ത് ഇന്ത്യയിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം സ്വത്തുക്കളുള്ള ഇവർക്ക് വരുമാനം എന്താ ഇത്ര കുറവായിട്ട് കാണുന്നത്? ഇവരെ വരുമാനം കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എത്ര 200 കോടി രൂപ അങ്ങാണ്ടാണ് കാണിച്ചിരിക്കുന്നത്. എത്ര കോടി ഇതുണ്ടാവുന്നു? അപ്പം അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമല്ല. പക്ഷെ അഴിമതിക്ക് നമ്മൾ അയക്കുന്ന ടീമിനെ, മനസ്സിലായില്ലേ, അതിനെ പരിശോധിക്കാൻ അയക്കുന്ന ടീമിനെ, അതിനെ മോണിറ്റർ ചെയ്യാൻ അയക്കുന്ന ടീമിനെ, അത് ഈ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ടീമിനെയാണ് അയക്കുന്നത് അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട്. അതേമാതിരി തന്നെ അതിന് സംവിധാനത്തിന് മോണിറ്റർ ചെയ്യാൻ അയക്കുന്ന കളക്ടറുടെ കയ്യിലോട്ട് ഇത് കൊടുക്കണമെന്ന് ശരിയാണ്. അതിനെല്ലാം ഇവിടെ എല്ലാം നിയമപരമായിട്ട് കോർട്ടിലൂടെ കൊണ്ടുവരാമല്ലോ, അതിന് കോടതിക്ക് അധികാരങ്ങൾ കൊടുക്കാമല്ലോ. അതിനെപ്പറ്റി നമ്മൾ ആരും വിരോധം പറയില്ല.